ഈ ഹൈക്കമാൻഡാണ് ഈ പൊല്ലാപ്പ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണല്ലോ 4 വർഷവും താങ്കൾക്ക് ഒരു പിണക്കവും എനിക്കില്ലാതെ ഞാൻ പാർട്ടിയിൽ എൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയല്ലോ എന്ന് പറയേണ്ടി വന്നത്. മറ്റൊരാളായിരുന്നുവെങ്കിൽ മറ്റൊരു രീതിയിലായിരിക്കും പ്രതികരിച്ചേനെ എന്ന്. അപ്പോൾ അവിടെ ഹൈക്കമാൻഡിനോട് തെറ്റ് പറ്റിയത് കൊണ്ടല്ലേ 2021 അല്ല, ഇതിന് മുമ്പാണെങ്കിലും ഞാൻ എപ്പോഴും അങ്ങനെയാണ്. പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ ഞാൻ 2.5 വർഷം ചേർന്നില്ല. എനിക്ക് വേണമെങ്കിൽ ചേരാമായിരുന്നു. അതിന് എനിക്ക് എൻ്റേതായ കാരണങ്ങളുണ്ട്. അത് ഞാൻ ഇതുവരെ പുറത്ത് പറയാത്തൊരു കാര്യം ഇപ്പോഴും പറയുന്നില്ല. താങ്കൾക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രി ആകണമായിരുന്നുവെങ്കിൽ 2014 തന്നെ മുഖ്യമന്ത്രി ആകാമായിരുന്നു. അത് കഴിഞ്ഞ കാര്യമല്ലേ, ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട. അല്ല, ആണോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം അതൊരു രാഷ്ട്രീയ അവിടെയും ഇവിടെയും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം. ഞാൻ ആത്മകഥ എഴുതുമ്പോൾ പറയാം. അപ്പോൾ താങ്കൾ നിഷേധിക്കുന്നില്ല ഇത്? ഞാൻ ഒന്നും നിഷേധിച്ചില്ല. നിങ്ങൾ പറഞ്ഞ എന്തായാലും നിഷേധിച്ചു. ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം. കാരണം 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ അവിടെ ഒരു 2014 അവിടെ ഒരു അധികാരമാറ്റം ഉണ്ടാകാമെന്നുള്ള ഒരു വാക്കാൽ ധാരണയുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. അത് ഞാൻ പറയും, ഒരു കാലത്ത് പറയും. ഞാൻ ഇപ്പോൾ അല്ല, എല്ലാവരോടും ഞാനതാ പറഞ്ഞേക്കുന്നത്. ഇപ്പം എനിക്ക് പറയും. അപ്പോൾ അങ്ങനെ ഒരു എന്തുകൊണ്ട് 2.5 വർഷം ഞാൻ മന്ത്രിയായില്ല എന്നുള്ളത് ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ഒരു നിഗൂഢമായ കാര്യമാണ്. ഉമ്മൻചാണ്ടി മരിച്ചുപോയി, പിന്നെ എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതിപ്പോൾ ഞാൻ പറയാൻ തയ്യാറില്ല. അല്ല, അത് ഉമ്മൻചാണ്ടിയും താങ്കളും തമ്മിൽ മാത്രം നടന്ന ഒരു ആശയവിനിമയമാണോ? ശരി, വേറെ ചോദ്യത്തിലേക്ക് കടന്നു. ശരി, അപ്പോൾ എന്തായാലും താങ്കൾ ആ 10 വർഷം മുമ്പേ മുഖ്യമന്ത്രി ആകാമായിരുന്നു എന്നുള്ള കാര്യം നിഷേധിക്കുന്നില്ല. എന്നെ ഒരു നായർ ബ്രാൻഡാക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ആ ഇൻ്റർവ്യൂ കേട്ട് എനിക്ക് അതൊരു പുതിയൊരു വാക്കായിട്ട് കേരള രാഷ്ട്രീയത്തിൽ വന്നതാണ്. മാറിയോ അത് പൂർണ്ണമായിട്ടും? തീർച്ചയായിട്ടും മാറി. ഇപ്പം അങ്ങനെ ബ്രാൻഡില്ല. അത് കൊണ്ടുവന്ന ആരാന്ന് എനിക്കറിയാം. അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത്, എന്നെ അങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ കഴിഞ്ഞ 11 വർഷക്കാലം NSSുമായിട്ട് എനിക്ക് നല്ല ബന്ധമല്ലായിരുന്നു. പക്ഷെ ഞാനത് രാജ്യത്തൊട്ടാകെ നടന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ അപമാനിക്കുന്നതോ? ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെതിരെ എത്രയോ മോശപ്പെട്ട വാക്ക് പ്രയോഗിച്ചു. എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്നൊരു എതിർപ്പ് അതിനെക്കുറിച്ച് ഉണ്ടാകാതിരുന്നത്? അത് എന്നെപ്പറ്റി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം, അന്നാരെല്ലാം പറഞ്ഞു തിരിച്ചു. അതിനെ പ്രതിരോധിക്കേണ്ടത് ആരാണ്? അത് കോൺഗ്രസിലെ നേതാക്കൾ തന്നെയാണ്. പൊതുസമൂഹം ഇതൊക്കെ കാണുന്നുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി? UDF കൺവീനർ പ്രതികരിച്ചല്ലോ ശക്തമായി തന്നെ, കേട്ടില്ലേ? അത് കൂടുതൽ വേണോ? എന്നെ പ്രതികരണം വേണ്ടതാണ്. എന്നെ വിമർശിച്ചപ്പെടുന്നു, അവരാരും ചെയ്തില്ല. എനിക്ക് പരാതിയൊന്നുമില്ല. എന്തോ രഹസ്യം താങ്കൾ മനസ്സിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അതെന്തായാലും ആത്മകഥയിലൂടെ തന്നെ പുറത്തു വരും അല്ലേ? താങ്ക് യു. ശരി, നന്ദി എന്തായാലും.